ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവിട്ട് കുഴയ്ക്കുന്ന പോലെ ഒരുപാടിട്ട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇതുപോലൊരു വലിയ പീസ് അളവിൽ ബട്ടറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഉരുക്കി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ച് ഈ മാവുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആദ്യം തന്നെ ഈ ഒരു ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ബട്ടറുമായിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ചപ്പാത്തിയുടെ ഒക്കെ മാവിരിക്കുന്ന പോലെ ഒരുപാട് അങ്ങ് ടൈറ്റ് ആയിട്ട് ഇരിക്കരുത്, എന്നാൽ നല്ല ലൂസും ആയിട്ട് ഇരിക്കരുത്. ഒരു മീഡിയം പരുവത്തിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിന്റെ പകുതിയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ മാവ് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സബോള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് വേണം ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 തക്കാളി, 2 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണം. അതിനാണ് ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഇത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നേരത്തെ ഉള്ളി വഴറ്റാൻ നേരത്ത് ഉപ്പിട്ട് കൊടുത്തിരുന്നു, അത് ആവശ്യത്തിനുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടാനായിട്ട് ഒന്നുകൂടി ഈ ഒരു ഉള്ളിയായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഈ ഒരു മസാലയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതുപോലെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം ഞാനിത് ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പമാകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ നടുഭാഗം ഒന്ന് കുഴി പോലെ ആക്കി കൊടുത്തിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി മസാല ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഈ മസാല ഒട്ടും തന്നെ പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഇതുപോലെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് പൊടി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ബലം കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് ബലം കൊടുത്ത് പരത്തി കഴിഞ്ഞാൽ അതിനുള്ളിലെ മസാലയൊക്കെ പൊട്ടി പുറത്തു പോകും. ഇപ്പോൾ ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതേ വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഈ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 1 മിനിറ്റ് ഈ ഒരു ഭാഗം വെന്ത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഈ ഭാഗം കൂടെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടെ 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഭാഗം കൂടെ നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിന്റെ മറ്റേ വശം വെന്തോന്ന് അറിയാനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം. നമ്മൾ ഇതുപോലെ സ്പാച്ച് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ ഇതുപോലെ പൊള്ളി നിൽക്കും. സാധാരണ ചപ്പാത്തിയെ പോലെ പൊള്ളി വരുമൊന്നുമില്ല. ഇതിൽ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ പൊള്ളി വരുള്ളൂ. അപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇതേപോലെ
തന്നെ ഞാനിപ്പോൾ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടിയിരിക്കുന്നൊന്നുമില്ല, ഇതുപോലെ അടർന്നിരിക്കുന്നത് തന്നെ ഇതിനകമൊക്കെ പൊള്ളി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.